ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ സുഖം, പൂച്ച കിടക്കുന്ന നോക്കിയേ, എന്താ സുഖം. ഓ, കൈയൊക്കെ വെച്ചൊരു മനുഷ്യൻ കിടന്നുറങ്ങുന്നു പോലെ തന്നെ കിടന്നുറങ്ങുന്ന കണ്ടോ. ആ കണ്ടോ. മുള്ളുമുരിക്ക് കണ്ടില്ല കണ്ടില്ല എന്നിനിയും ആരും പറയരുത്. ഇതാണ് നമ്മുടെ മുള്ളുമുരിക്ക്. കണ്ടോ, മുള്ളുമുരിക്ക് കണ്ടോ. ആഹാ, നല്ല വിളഞ്ഞ മുള്ളുമുരിക്ക്. മലബാറിൻ്റെ ചായയിൽ ആട് മേയ്ക്കാൻ പോകുന്ന കുട്ടിയല്ല, പശുവിനെ മേയ്ക്കാൻ പോകുന്ന കുട്ടിയാണ് ആ കാണുന്നത്. ഒന്ന് തിരിയൂ, ഇങ്ങോട്ട് നോക്കൂ കുട്ടി. മലബാറിൻ്റെ ചായയിൽ പശുക്കളെയൊക്കെ കാണാൻ പോയി നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ മൃഗസ്നേഹിയായ കുട്ടി. എല്ലാം കണ്ട് സന്തോഷിക്കുന്നു. നില ഉഴുന്നു. ഇതാണ് മലബാറിൻ്റെ മനോഹാരിത. പോത്തുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ പശുക്കളും, ഇങ്ങനെ കൊക്കുകളും ഒക്കെ ആയിട്ട് വളരെ കാണുന്നു. ഓ, ഇവിടുന്നൊക്കെ പോയി മുത്തേ. ഒരാള് നാണിച്ചൊളിച്ചിരിക്കുന്നു. പക്ഷെ ഒരു സുന്ദര കുട്ടനാണ് നാണിച്ചൊളിച്ചിരിക്കുന്ന എൻ്റെ സുന്ദരക്കുട്ടൻ. ഗൈസ്, ഇതാ നോക്കൂ അല്ലേ, കാണാൻ സുന്ദരക്കുട്ടനാണ്. നാണിച്ചൊളിച്ചിരുന്നു. നാണിച്ചൊന്നുമല്ല, ഞങ്ങൾ ഒളിച്ച് കളിച്ചല്ലേ മോനെ. ആ, അപ്പം അവരിങ്ങനെ കളിക്കുക. ഹായ്. അപ്പം എല്ലാവരും കളിക്കുന്നു. നല്ല മിടുക്കനായ മോനാണേ, ഭയങ്കര തമാശ അവൻ. മുഖം കാണിക്കും മുത്തേ. വാ, വന്നേ ചക്കരെ പ്ലീസ്. എല്ലാ വീഡിയോയിലും ഉണ്ട്, മോൻ്റെ മുഖം കാണുന്നുണ്ട് അതിലെല്ലാം. കണ്ടോ, ഭയങ്കര തമാശ കേട്ടോ, ഭയങ്കര തമാശ. ഉപ്പ ഗൾഫിലാണ്. ഏത് സ്ഥലത്താണ് മോനെ?
അജ്മാനില്ല, ദുബായില്ല. ദുബായില്ല. ദുബായിലുള്ളവരെല്ലാം മോനെ കണ്ടല്ലോ. മോൻ്റെ ഉപ്പായും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോൻ്റെ ഉപ്പയും ഗൾഫിലല്ലേ? ആ, ഏത് സ്ഥലത്താ? സത്വയിലാണേ. അതും ദുബായിയാ, സത്വ. സത്വ വീട്ടിലുണ്ട്. നേരത്തെ ദുബായിലായിരുന്നു. ആ, ആ, സത്വ. അപ്പം നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും കൂടെ സൈക്കിളിൻ്റെ ഒരു പണിയാണ്. സൈക്കിളിൻ്റെ ഒരു സ്ക്രൂ അഴിഞ്ഞിട്ടുണ്ട്. പുതിയ ബ്രേക്ക് ഇടുക. ഇതാരാ ഇത് ചെയ്യുന്നതെന്നറിയാവോ? നമ്മുടെ അപ്പൂസാണ്. എൻ്റെ രാജേട്ടൻ്റെ മോനാണ്. എൻ്റെ ഏട്ടൻ്റെ മോനാണ് ഇത് ചെയ്യുന്നത്. അപ്പൂസേ, മുഖമൊന്ന് കാണിക്കാവോ ചക്കരേ? ഹായ്. ആരാ അവിടെ ചൂന്ന് വെച്ച അജു? എന്തിയേ അജു? കാണാൻ പറ്റുമോ അജു? നോക്കട്ടെ, എവിടെ? കാണത്തില്ല മോനെ, നിന്നെ കാണത്തില്ല. അജു ഇങ്ങോട്ട് മാറിയിരുന്നേ. അമ്മച്ചി, ഇതിൽ കൂടെ കാണുന്നില്ല കേട്ടോ. കുറച്ച് പൊക്കിയാ കാണാം. അജു മുകളിൽ നിൽപ്പുണ്ട്. അജുവിനെ കാണുന്നില്ല. അതെ. അപ്പോൾ ഇവരെല്ലാവരും കളിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അപ്പൂസ് പോകുന്നുണ്ട്. ചീറിപ്പാഞ്ഞു പോകുന്ന അപ്പൂസിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബ്രേക്ക് അതിനെന്തോ ഒരു പ്രശ്നമെന്ന് അപ്പൂസ് പറയുന്നു. അപ്പൂസ് ഇവിടെ വരെ എത്തി. മോനെ വീഴും, മോനെ അപ്പൂസ് വീഴും മോനെ. അപ്പൂസ് അതാ പോകുന്നു. ഓക്കെ, അപ്പൂസ് കളിക്കുക. അപ്പൂസ് 6ാം ക്ലാസ്സിലായിരുന്നു. അപ്പൂസ് ഇനി 7ാം ക്ലാസ്സിലോട്ടാണ്. 6ൽ നിന്ന് 7ലോട്ട്. അപ്പം അങ്ങനെ അവർ എല്ലാവരും 4 മണിയായില്ല. ഇവർ വെയിലൊന്ന് താണപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടെ കളിക്കുക. നല്ല രസം അവർ കളിക്കുന്ന കാണാൻ. അടുത്ത ആൾ വരുന്നുണ്ട്. സ്പീഡിനതാ പോയി. എന്തൊക്കെയാ അജു ഇവിടെ വെല്ലിച്ചൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഹരിയേട്ടൻ്റെ വീട്ടിലിരുന്നിട്ട് അവനിവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുമോ. വെല്ലിച്ചനും ഉണ്ട്. വെല്ലിച്ചനെ ഞങ്ങൾ സസ്പെൻസായിട്ട് വെച്ചേക്കുക. അടുത്ത ദിവസം ഞങ്ങൾ വെല്ലിച്ചനെ കാണിക്കും. എൻ്റെ ഹരിയേട്ടൻ്റെ ഏട്ടൻ രാജേട്ടനായിരിക്കുന്നത്. ഹായ്. ഏട്ടനുണ്ട് ഇവിടെ. അജുവിനെ കളിയാക്കുന്ന ഏട്ടൻ. അജുവിൻ്റെ റിസൾട്ട് 9-ാം തീയതി അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം കാര്യങ്ങളൊക്കെ. കണ്ട വല്യച്ഛൻ അജുവിൻ്റെ കാര്യം പറയുന്നത്. ഹായ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്. ഇപ്പം ഹരിയേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ ഇന്നലെയൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങള മരിച്ചുപോയി. എൻ്റെ ഏറ്റവും ഇളയ അമ്മാവൻ മരിച്ചുപോയി. എനിക്ക് കാണാൻ പറ്റില്ല. നമ്മളിവിടെ മലപ്പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഹരിയേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്, ഏട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. പിന്നെ അമ്മാവന് വയ്യാതിരിക്കുമല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മാവൻ പെട്ടെന്ന് മരിച്ചുപോയി. 69 വയസ്സുണ്ടായിരുന്നു അമ്മാവന്. എൻ്റെ അമ്മയുടെ വീട്ടിൽ 10 മക്കളാണെന്നൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോയിലൊക്കെ പറയാറുണ്ട്. ഇപ്പം ഒരു വിഷമത്തിലാണ് ഞാനുള്ളത്. നല്ലൊരു കാണാൻ പറ്റാത്തതിൻ്റെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ചത് മുതൽ പഠിച്ചത് വേറെ,
പിന്നെ ആശാൻ്റെ അടുത്തും ഒക്കെ ആയിരുന്നു. എന്നെ ട്യൂഷൻ 1-ാം ക്ലാസ് മുതൽ ട്യൂഷൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ കുഞ്ഞുമാവനായിരുന്നു. മോഹനൻ എന്നാണ് അമ്മാവൻ്റെ പേര്. അങ്ങനെ അമ്മാവൻ ഞാനിവിടെ ആയിപ്പോയി. ചേച്ചി വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മാവൻ്റെ മോൻ വിളിച്ചു, എൻ്റെ അമ്മയുടെ ചേച്ചി ഇനി ഒരാളുണ്ട്, അമ്മച്ചി വിളിച്ചു. അപ്പം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മാവൻ്റെ മോൻ വിളിച്ചത് ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. എടുത്ത് നോക്കി. അങ്ങനെ തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്നോട് എൻ്റെ അമ്മാവൻ്റെ മോൻ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചേച്ചി വിളിച്ചപ്പം ഞാൻ ഇവിടെ ആണല്ലോ, ചേച്ചി എന്തിനായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് അന്നേരം ചേച്ചി എന്നോട് മോൻ വിഷമിക്കല്ലേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വിഷമത്തിലൊക്കെയാണ് ഞാൻ ഉള്ളത്. പിന്നെ അജു ഇവിടെ ഇല്ല, ഹരിയേട്ടൻ്റെ തറവാട്ടിലോട്ട് പോയി. അവിടെ കുറച്ച് ജാതിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പം അങ്ങോട്ട് പോയി. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇവരെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നുണ്ട്, അവരൊക്കെ കൂടെ ഇങ്ങനെ ഇവിടെ നിൽക്കുക. അപ്പോൾ ഇവർ 2 ടീമായിട്ട് കളിക്കുക. ഷർട്ടിട്ട ടീമൊന്ന്, ഷർട്ടിടാത്ത ടീമൊന്ന്. ഷർട്ടിടാത്ത ടീമിലാണ് എൻ്റെ ഏട്ടൻ്റെ മോനുള്ളത്, അപ്പൂസ്. അപ്പോൾ വേണ്ട അവരിങ്ങനെ കളിച്ചോണ്ടി. ഇവിടെ വൈകിട്ടായി കഴിഞ്ഞാൽ ഒരു ഭയങ്കര കളിയാണ്. ഒരു 3 മണിയാകുമ്പോൾ മുതൽ വെയിലൊന്ന് പതുക്കെ ഒന്ന് താണു കഴിഞ്ഞാൽ ഇവർ കളിക്കാൻ തുടങ്ങും. ഹരിയേട്ടനുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേന്, ഇവരുടെ കൂടെ കളിച്ചേനെയായിരുന്നു. ഒരാളവിടെ ഷർട്ടില്ലാത്ത ടീമിലെ ആളിനെ നോക്കി കളിക്കുമല്ലോ, ഇവിടെ ചാട്ടം, അത് വിളിച്ചാട്ടം. അല്ല അമ്മ, എന്തോ ഇല്ല, അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ അവിടെ ഇരുന്ന് ഹരിയേട്ടൻ വിളിക്കുവാന്നോ നമ്മ ചോദിക്കുന്നുണ്ട്. ഇത് കളിക്കുക. അപ്പോസ് കളി ഇടയ്ക്ക് കാലൊക്കെ കഴുകുന്നുണ്ട്.